നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ പ്രധാനമന്ത്രിയാകാൻ വാഗ്ദാന പെരുമഴയുമായി ആൻഡി ബെൻഹാം. പ്രധാനമന്ത്രി പദത്തിലെത്തിയാൽ ജനങ്ങളുടെ ജീവിത ചെലവ് ലഘൂകരിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും വെള്ളം, ഊർജ്ജം, ഗതാഗതം എന്നിവയിൽ കൂടുതൽ പൊതു നിയന്ത്രണം കൊണ്ടുവരികയും ജനങ്ങളുടെ പ്രതിമാസ ബില്ലുകൾ കുറയ്ക്കുകയും ചെയ്യുമെന്നും ആൻഡി ബെൻഹാമിന്റെ ഉറപ്പ്. 16 മുതൽ 18 വയസ്സുവരെയുള്ള യുവാക്കൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിക്കുമെന്നും സ്വകാര്യ മേഖലയിലെ വാടക നിരക്കുകൾ താൽക്കാലികമായി മരവിക്കുന്നത് ഉൾപ്പെടെയുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും ബെൻഹാം. കെയർ സ്റ്റാമറുടെ പിൻഗാമിയായി ബ്രിട്ടന്റെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്ന ആൻഡി ബെൻഹാം നികുതി വർധനവുകൾ ഏർപ്പെടുത്തുമെന്ന് സൂചന. ഖജനാവ് നേരിടുന്ന 5 മില്യൺ പൗണ്ട് കമ്മി പരിഹരിക്കാൻ നികുതി വർധനവ് കൊണ്ടുവരും. ധനികരെയും ഉയർന്ന വരുമാനമുള്ളവരെയും നികുതി വർധനവിൽ ലക്ഷ്യമിടുന്നത് എങ്കിലും ഇൻകം ടാക്സ് വർധനവ് കൂടി പരിഗണിച്ചേക്കും. ചാൻസലർ റച്ചൽ റിവ്സിന്റെ സാമ്പത്തിക നയങ്ങൾക്ക് വിരുദ്ധമായി നിലവിൽ 45% ഇൻകം ടാക്സ് റേറ്റ് 50% ഉയർത്തും. ഫ്യുവൽ ഡ്യൂട്ടി ഫ്രീസിംഗ് എടുത്തുമാറ്റി പ്രതിവർഷം 60 പൗണ്ട് മുതൽ 100 പൗണ്ട് വരെ കുടുംബങ്ങളുടെ ബില്ലിൽ അധികമായി ചേർക്കും. സമ്പന്നരെ ലക്ഷ്യമിട്ടുള്ള പല നടപടികളും സാധാരണക്കാരെയും തൊഴിലാളികളെയും ബാധിക്കുമോ എന്ന ആശങ്കയിൽ ലേബർ പാർട്ടി. ഇംഗ്ലണ്ടിലെ അധ്യാപകർക്ക് 2 വർഷത്തേക്കുള്ള ശമ്പള വർധനവ് സർക്കാർ പ്രഖ്യാപിച്ചു. പുതിയ തീരുമാനമനുസരിച്ച് സെപ്റ്റംബർ മുതൽ 3.5%, 2027 സെപ്റ്റംബർ മുതൽ 3% ശമ്പളം വർദ്ധിപ്പിക്കും. അധ്യാപകരുടെ ശമ്പള വർധനവിനൊപ്പം അക്കാദമിക് ട്രസ്റ്റുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിനും സർക്കാർ നിയന്ത്രണം. 1.74 ലക്ഷം പൗണ്ടിൽ കൂടുതൽ വാർഷിക ശമ്പളമുള്ള പുതിയ തസ്തികകൾ സൃഷ്ടിക്കുകയോ പരസ്യം ചെയ്യുകയോ ചെയ്യണമെങ്കിൽ സർക്കാർ അനുമതി നിർബന്ധമാക്കി. അധ്യാപകരുടെ സേവനത്തിന് സർക്കാർ നൽകുന്ന അംഗീകാരമാണ് ശമ്പള വർധനവ് എന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജറ്റ് വിൽസൺ. പ്രഖ്യാപനം വന്നിട്ടും സമര ഭീഷണിയുമായി അധ്യാപക സംഘടനകൾ. ഇറാനും യുഎസും ഖത്തറിലെ ദോഹയിൽ മധ്യസ്ഥർ മുഖാന്തരം നടത്തിയ അന്തിമ സമാധാന കരാർ ചർച്ചയിൽ ക്രിയാത്മകമായ പുരോഗതിയുണ്ട് എന്ന് പാകിസ്ഥാൻ. ധാരണാപത്രത്തിലെ 14 വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രതിനിധികൾ ഖത്തർ പാക് പ്രതിനിധികളുമായി ചർച്ച നടത്തി. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞാലേ അടുത്ത ഘട്ട ചർച്ചയുണ്ടാകൂ എന്ന് ഇറാൻ. ഖത്തറിലുള്ള ഇറാന്റെ ആസ്തികൾ $600 കോടി ഉടനടി വിട്ടുകിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ചും ചർച്ച നടത്തി. ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ടെഹ്റാനിലും ഹോമിലും ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ നടക്കും. ഇറാനിയൻ ഉന്നതരെ ഇസ്രയേൽ വധിക്കും. ഈ വർഷം ആദ്യം യുഎസും ഇറാനും തമ്മിൽ നടന്ന സമാധാന ചർച്ചകൾക്കിടെ ഇറാന്റെ 2 ഉന്നത പ്രതിനിധികളെ വധിക്കാൻ ഇസ്രയേൽ പദ്ധതിയിട്ടേക്കുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജിയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖലീഫും എന്നിവരെ വധിക്കാനായിരുന്നു ഇസ്രയേലികളുടെ ആലോചന. സമാധാന ചർച്ചകൾക്ക് ശേഷം ആക്രമണമുണ്ടായാൽ അത് നയതന്ത്ര ശ്രമങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും യുഎസ് ഉദ്യോഗസ്ഥർ. 1 മാസം തടവിലാകുന്ന മന്ത്രിമാർ ഇനി അയോഗ്യരാകും. ഗുരുതര കുറ്റത്തിന് അറസ്റ്റിലായി 30 ദിവസം തടവിൽ കഴിയേണ്ടി വരുന്ന പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മന്ത്രിമാർ എന്നിവർ 31-ാം ദിവസം സ്വാഭാവികമായും പുറത്താകുമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന വിവാദ ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിൽ സർക്കാർ അവതരിപ്പിക്കും. ജാമ്യത്തിൽ കഴിയുന്ന 3 പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരായ ഡി.കെ. ശിവകുമാർ, രേവന്ത് റെഡ്ഡി, ഹേമന്ത് സോറൻ എന്നിവരെ ലക്ഷ്യമിട്ട് ബില്ല് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മജ്ലിസ് പാർട്ടി അംഗം അസദുദ്ദീൻ ഒവൈസി. രാഷ്ട്രീയ പ്രതികാരത്തിന് ഈ വ്യവസ്ഥ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നും കേന്ദ്ര സർക്കാർ. സംയുക്ത പാർലമെന്ററി സമിതി ഈ മാസം 17-ന് യോഗം ചേർന്ന് വിവാദ വ്യവസ്ഥകൾക്ക് അംഗീകാരം നൽകും. നീറ്റ് യുജി പുനഃപരീക്ഷയിലും പിഴവുകൾ കണ്ടെത്തിയത് ഫിസിക്സ് ചോദ്യ പേപ്പറിൽ 1 ചോദ്യത്തിന് ശരിയുത്തരമില്ല, മറ്റൊരു ചോദ്യത്തിന് 2 ശരിയുത്തരങ്ങളാണ് ഉള്ളതെന്നും കണ്ടെത്തി. മെയ് 3-ന് നടന്ന പരീക്ഷ ചോദ്യ പേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയതോടെയാണ് പുനഃപരീക്ഷ നടത്തിയത്. എല്ലാ വിദ്യാർത്ഥികൾക്കും 4 ബോണസ് മാർക്ക് ലഭിക്കും. ചോദ്യ പേപ്പർ ചോർച്ച തടയുന്നതിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കിയിരുന്നു. പരീക്ഷ നടന്നത് CCTV നിരീക്ഷണത്തിൽ. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ തടയാൻ വിവിധ കേന്ദ്രങ്ങളിലായി ഉപയോഗിച്ചത് 51,311 ജാമറുകൾ. രാജ്യത്ത് ഉടനീളമുള്ള പ്രത്യേക പരീക്ഷാ കേന്ദ്രങ്ങൾ ചോദ്യപേപ്പറുകൾ എത്തിച്ചത് MI-17 ഹെലികോപ്റ്ററുകളിൽ. നികുതി കൂട്ടി ഖജനാവ് നിറയ്ക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പണമില്ലാതെ തന്നെ പുതിയ വികസന മോഡൽ ആവിഷ്കരിക്കാനാണ് ശ്രമമെന്നും നികുതി നെറ്റ്വർക്ക് കൂട്ടുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി. പോർട്ട് സിറ്റി സാമ്പത്തിക മേഖലയിൽ ഉത്തേജിപ്പിക്കാനുള്ള പദ്ധതിയാണെന്നും അത് കേരളത്തിലെ സ്വപ്ന പദ്ധതിയാണ് എന്നും വി.ഡി. സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറാനുള്ള അദാനിയുടെ നടപടിയിൽ സർക്കാർ നിയമോപദേശം തേടുമെന്നും കരാറിന് സർക്കാർ അതിവേഗം അനുമതി നൽകുമെന്നും വിദഗ്ധ പരിശോധനയ്ക്കു ശേഷം മാത്രമേ അനുമതി ഉള്ളൂ എന്നും സർക്കാർ വ്യവസ്ഥകൾ അനുസരിച്ചാണ് നടക്കുന്നതെന്നും സർക്കാരിന്റെ അനുമതിക്ക് ശേഷം മാത്രമേ അന്തിമ കരാറിലേക്ക് പോകൂ എന്നും അദാനി. വിവാദം സർക്കാരിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം.
വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ അദാനിയോടുള്ള നിലപാടിൽ കോൺഗ്രസിൽ ഭിന്നത. MSC അദാനി കരാർ കൈമാറ്റത്തിന് സർക്കാരിന്റെ അനുമതി വേണമെന്ന് മുഖ്യമന്ത്രി. കേരളം ഭരിക്കുന്നത് BJP സർക്കാരല്ലെന്നും കടുത്ത നടപടി വേണമെന്നും KC വേണുഗോപാൽ. കരാർ കൈമാറ്റത്തിന് ഇതുവരെ അദാനി ഗ്രൂപ്പ് അനുമതി തേടിയിട്ടില്ല എന്നും ഓഹരി കൈമാറ്റത്തിൽ സർക്കാരിന് ആശങ്കയുണ്ട് എന്നും VD സതീശൻ. അദാനിക്ക് അതൃപ്തി അറിയിച്ച് മുഖ്യമന്ത്രി കത്ത് നൽകി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി പദത്തിലെത്തിയാൽ ജനങ്ങളുടെ ജീവിത ചെലവ് ലഘൂകരിക്കുന്ന പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നതെന്ന് ആന്റി ബെൻഹാം. നഗരപ്രാന്തങ്ങളിലെ വലിയ വെയർഹൌസുകൾക്ക് ഉയർന്ന നികുതി ചുമത്തിക്കൊണ്ട് സാധാരണ പമ്പുകളുടെയും ചെറുകിട ബിസിനസ്സുകളുടെയും ബിസിനസ് നിരക്കുകൾ കുറയ്ക്കുക തുടങ്ങിയ ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് പക്കലുള്ളത്. വെള്ളം, ഊർജ്ജം, ഗതാഗതം എന്നിവയിൽ കൂടുതൽ പൊതു നിയന്ത്രണം കൊണ്ടുവരികയും അതുവഴി ജനങ്ങളുടെ പ്രതിമാസ ബില്ലുകൾ കുറയ്ക്കുകയും ചെയ്യും. 16 മുതൽ 18 വയസ്സ് വരെയുള്ള യുവാക്കൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിക്കും. സ്വകാര്യ മേഖലയിലെ വാടക നിരക്കുകൾ താൽക്കാലികമായി മരവിക്കുന്നത് ഉൾപ്പെടെയുള്ള അടിയന്തര നടപടികൾ പരിഗണിക്കും. വെസ്റ്റ്മിൻസ്റ്ററിൽ നിന്നും അധികാര വികേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായി മാഞ്ചസ്റ്റർ പിക്കാഡിലി സ്റ്റേഷനു സമീപം ഒരു ഡിജിറ്റൽ ക്യാമ്പ് സ്ഥാപിച്ച് അതിന്റെ പ്രവർത്തന സമയത്തിന്റെ ഒരു ഭാഗം അവിടെ ചെലവഴിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ നയങ്ങൾ നടപ്പിലാക്കുമ്പോഴും സർക്കാരിന്റെ കടമെടുപ്പ് നിയമങ്ങൾ ലംഘിക്കില്ല എന്നും സാമ്പത്തിക അച്ചടക്കം പാലിക്കുമെന്നും മുൻ ട്രഷറി ഉദ്യോഗസ്ഥൻ കൂടിയായ ബെൻഹാം ഉറപ്പു നൽകുന്നു. കെയർ സ്റ്റാമറുടെ പിൻഗാമിയായ ബ്രിട്ടന്റെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്ന ആന്റി ബെൻഹാം നികുതി വർധനവുകളുമായാവും എത്തുകയെന്ന് മുന്നറിയിപ്പ്. ജീവിതകാലത്തെ ഏറ്റവും വലിയ മാറ്റം സമ്മാനിക്കുമെന്നും ബെൻഹാമിന്റെ പ്രഖ്യാപനം ഒരു മുന്നറിയിപ്പായി കാണണമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഖജനാവ് നേരിടുന്ന 5 മില്യൺ പൗണ്ട് കമ്മി പരിഹരിക്കാൻ എളുപ്പവഴിയായി കണ്ടെത്തുക നികുതി വർധനവുകളെയാകും. ധനികരെയും ഉയർന്ന വരുമാനക്കാരെയുമാണ് നികുതിയിൽ മുക്കുകയെങ്കിലും ഇൻകം ടാക്സ് വർധനവ് കൂടി ഉൾപ്പെടുത്താൻ ബെൻഹാം തയ്യാറെടുക്കുമെന്നാണ് കരുതുന്നത്. അതായത് ചാൻസലർ റേച്ചൽ റിവ്സിന്റെ സാമ്പത്തിക നയങ്ങൾക്ക് വിരുദ്ധമായി ഇൻകം ടാക്സിൽ 50% റേറ്റ് ഏർപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന. നിലവിൽ 45% ഇൻകം ടാക്സ് റേറ്റിന് പകരമാണ് ഇത്. ഇതിനു പുറമെ ഫ്യൂവൽ ഡ്യൂട്ടിയിൽ ആശ്വാസം ഇല്ലാതെയാകും. ഒരു ദശകത്തിലേറെയായി ഫ്യൂവൽ ഡ്യൂട്ടി ഫ്രീസിംഗ് നിലവിലുണ്ട്. എന്നാൽ ഈ മരവിപ്പിക്കൽ എടുത്തുമാറ്റി പ്രതിവർഷം 60 പൗണ്ട് മുതൽ 100 പൗണ്ട് വരെ കുടുംബാംഗങ്ങളുടെ ബില്ലിൽ ചേർക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കുന്നു. ലേബർ പാർട്ടിയിലെ ഇടതുപക്ഷ പ്രധാനമന്ത്രിയാകാനുള്ള ഒരുക്കത്തിലാണ് ആന്റി ബെൻഹാം. എന്നാൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഒട്ടും അനുയോജ്യമല്ല. സമ്പന്നരെ ലക്ഷ്യമിട്ടുള്ള പല നടപടികളും സാധാരണക്കാരെയും തൊഴിലാളികളെയും ബാധിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. ഇംഗ്ലണ്ടിലെ അധ്യാപകർക്ക് 2 വർഷത്തേക്കുള്ള ശമ്പള വർധനവ് സർക്കാർ പ്രഖ്യാപിച്ചു. പുതിയ തീരുമാനമനുസരിച്ച് സെപ്റ്റംബർ മുതൽ 3.5%വും 2027 സെപ്റ്റംബർ മുതൽ 3% ശമ്പളം വർദ്ധിക്കും. ശമ്പള വർധനവ് നടപ്പാക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് 1.8 ബില്യൺ പൗണ്ടിന്റെ അധിക ധനസഹായം പ്രഖ്യാപിച്ചു. എന്നാൽ ശമ്പള വർധനവിന്റെ ആദ്യ 1% ചെലവ് സ്കൂളുകൾ നിലവിലെ ബഡ്ജറ്റിൽ നിന്ന് തന്നെ കണ്ടെത്തണം എന്നാണ് സർക്കാർ നിർദ്ദേശം. ഇതുമൂലം സ്കൂളുകളുടെ സാമ്പത്തിക സമ്മർദ്ദം തുടരുമെന്ന ആശങ്ക വിദ്യാഭ്യാസ മേഖലയ്ക്കുണ്ട്. അധ്യാപകരുടെ ശമ്പള വർധനവിനൊപ്പം അക്കാദമിക് ട്രസ്റ്റുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിനും സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. ഇനി മുതൽ 1.74 ലക്ഷം പൗണ്ടിൽ കൂടുതൽ വാർഷിക ശമ്പളമുള്ള പുതിയ തസ്തികകൾ സൃഷ്ടിക്കുകയോ പരസ്യം ചെയ്യുകയോ ചെയ്യണമെങ്കിൽ സർക്കാർ അനുമതി നിർബന്ധമാകും. കൂടാതെ ട്രസ്റ്റുകളിലെ എക്സിക്യൂട്ടീവുകൾക്ക് ക്ലാസ് മുറിയിലെ അധ്യാപകരെക്കാൾ ഉയർന്ന ശതമാനത്തിൽ ശമ്പള വർധനവ് നൽകാനും കഴിയില്ല. അധ്യാപകരുടെ സേവനത്തിന് സർക്കാർ നൽകുന്ന അംഗീകാരമാണ് ഈ ശമ്പള വർധനവ് എന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിഡ്ജറ്റ് ഫിലിപ്സൺ പറഞ്ഞു. അധ്യാപകരെക്കാൾ വേഗത്തിൽ അക്കാദമിക് ട്രസ്റ്റുകളിലെ എക്സിക്യൂട്ടീവുകളുടെ ശമ്പളം വർദ്ധിക്കുന്ന സാഹചര്യം ഇനി അനുവദിക്കില്ലെന്നും അവർ വ്യക്തമാക്കി. അതേസമയം പ്രഖ്യാപനം വന്നിട്ടും സമരഭീഷണി പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടന നാഷണൽ എഡ്യൂക്കേഷൻ യൂണിയൻ ശമ്പള വർധനവ് സ്വാഗതം ചെയ്തുവെങ്കിലും ഇത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആവശ്യമായ നിർണായക മാറ്റമല്ലെന്ന് വിമർശിക്കുന്നു. UK-യിൽ സ്വകാര്യ സ്കൂട്ടറുകൾ പൊതുനിരത്തുകളിലും നടപ്പാതകളിലും ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമായിരിക്കെ അവയെ യാത്രാ ആവശ്യങ്ങൾക്ക് അനുയോജ്യമെന്ന രീതിയിൽ വിപണനം ചെയ്യുന്നതായി റിപ്പോർട്ട്. ആമസോൺ, ആർഗോസ് കറീസ് ഉൾപ്പെടെയുള്ള പ്രമുഖ റീറ്റെയിൽ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകളിലാണ് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടതെന്നും പ്രസ് അസോസിയേഷൻ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തം. UK-യിൽ നിലവിൽ സർക്കാർ അംഗീകൃത വാടക സ്കൂട്ടറുകൾക്ക് മാത്രമാണ് പൊതുനിരത്തുകളിലും സൈക്കിൾ പാതകളിലും സഞ്ചരിക്കാൻ അനുമതിയുള്ളത്. സ്വകാര്യ സ്കൂട്ടറുകൾക്ക് ഭൂ ഉടമയുടെ അനുമതിയോടെ സ്വകാര്യ സ്ഥലങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാനാകൂ. എന്നാൽ ചില പരസ്യങ്ങളിൽ ഇവ നഗരയാത്രയ്ക്കും കമ്മ്യൂട്ടിങ്ങിനും അനുയോജ്യമാണ് എന്ന തരത്തിലുള്ള
വിവരണങ്ങളാണ് നൽകിയിരിക്കുന്നതെന്ന് അന്വേഷണത്തിൽ ചൂണ്ടിക്കാട്ടി. വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പ്രമുഖ കമ്പനികൾ അവരുടെ വെബ്സൈറ്റുകളിലെ ഉൽപ്പന്ന വിവരണങ്ങൾ തിരുത്തി. ഈ സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉപഭോക്താക്കൾ പ്രാദേശിക നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണമെന്നും വ്യക്തമാക്കുന്ന മുന്നറിയിപ്പുകളും പിന്നീട് ചേർത്തിട്ടുണ്ട്. അതേസമയം നിരവധി ചെറുകിട വ്യാപാരികൾ ഇപ്പോഴും സ്വകാര്യ സ്കൂട്ടറുകൾ നഗരയാത്രയ്ക്കും ദൈനംദിന യാത്രകൾക്കും അനുയോജ്യമാണ് എന്ന രീതിയിൽ വിപണനം ചെയ്യുന്നതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സ്കൂട്ടറുകളുടെ നിയമപരമായ ഉപയോഗത്തെക്കുറിച്ച് പരസ്യങ്ങളിൽ വ്യക്തമായ മുന്നറിയിപ്പ് നൽകണമെന്നും അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് അതോറിറ്റി നിർദ്ദേശം നൽകി. മുന്നറിയിപ്പ് നൽകിയാലും പൊതുസ്ഥലങ്ങളിൽ എവിടെയും ഉപയോഗിക്കാമെന്ന തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ അനുവദിക്കാനാകില്ല എന്നും അതോറിറ്റി കൂട്ടിച്ചേർത്തു. സ്വകാര്യ റൂട്ടുകൾ പൊതുനിരത്തുകൾ നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്നവർക്ക് പിഴയും ഡ്രൈവിംഗ് ലൈസൻസിന്റെ പെനാൽറ്റി പോയിന്റുകളും ലഭിക്കാം. 2025 സ്കൂട്ടർ അപകടങ്ങളിൽ 10 പേർ മരിക്കുകയും 485 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി സർക്കാർ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു. രാജ്യത്ത് ഏകദേശം 12 ലക്ഷം സ്വകാര്യ സ്കൂട്ടറുകൾ ഉപയോഗത്തിലുണ്ട് എന്നാണ് ഗതാഗത വകുപ്പിന്റെ വിലയിരുത്തൽ. സ്കൂട്ടറുകളുടെ സുരക്ഷിത ഉപയോഗവും നിയമപരമായ ചട്ടക്കൂട് സംബന്ധിച്ച് വ്യക്തമായ നിയമനിർമ്മാണം വേണമെന്ന ആവശ്യം ഇതോടെ വീണ്ടും ശക്തമായിരിക്കുകയാണ്. 2035 ഇംഗ്ലണ്ടിൽ അമിതവണ്ണം മൂലം ഹൃദ്രോഗ മരണങ്ങൾ ഉയരുമെന്ന് മുന്നറിയിപ്പ്. ഹൃദ്രോഗം മൂലം ഏകദേശം 1.7 ലക്ഷം പേർ മരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷന്റെ പഠനത്തിലാണ് മുന്നറിയിപ്പ് നൽകുന്നത്. അടുത്ത 10 വർഷത്തിനിടെ പ്രതിദിനം ശരാശരി 45 പേരുടെ ജീവൻ ഇത്തരം രോഗങ്ങൾ മൂലം നഷ്ടപ്പെടുവാമെന്നും വിലയിരുത്തൽ. 2023 മാത്രം ഉയർന്ന ബോഡി മാസ് ഇൻഡെക്സ് മൂലമുണ്ടായ ഹൃദ്രോഗങ്ങളാൽ 16,156 മരണങ്ങൾ ഇംഗ്ലണ്ടിൽ രേഖപ്പെടുത്തിയിരുന്നു. അമിതവണ്ണം ധമനികളിൽ കൊഴുപ്പ് അടിയുന്നതിനും രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നതിനും കാരണമാകുന്നതിലൂടെ ഹൃദയാഘാതത്തിന്റെയും സ്ട്രോക്കിന്റെയും സാധ്യത വർദ്ധിപ്പിക്കും. കൂടാതെ ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ടൈപ്പ് 2 പ്രമേഹം എന്നിവയ്ക്ക് അമിതവണ്ണം കാരണമാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ ബ്രിട്ടനിലെ പ്രായപൂർത്തിയായവരിൽ 2 പേരും അമിതഭാരമോ അമിതവണ്ണമോ ഉള്ളവരാണ് എന്നാണ് കണക്ക്. ഈ മരണങ്ങൾ ഒഴിവാക്കാനാകുന്നതാണെന്നും ആരോഗ്യകരമായ ഭക്ഷണ ലഭ്യത വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യ വ്യവസായത്തിന് കർശന മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്ന സർക്കാർ നടപടികൾ അടിയന്തരമായി വേണമെന്നും BHF ആവശ്യപ്പെട്ടു. രാജ്യത്ത് പൊണ്ണത്തടിയുടെ വ്യാപനം നിയന്ത്രിക്കാൻ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ പൊതുജന ആരോഗ്യ രംഗത്ത് ഗുരുതര പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഇറാനും US-ഉം ഖത്തറിലെ ദോഹയിൽ മധ്യസ്ഥർ മുഖാന്തരം നടത്തിയ അന്തിമ സമാധാന കരാർ ചർച്ചയിൽ ക്രിയാത്മകമായ പുരോഗതിയുണ്ട് എന്ന് പ്രധാന മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ. ജൂൺ 17 ഒപ്പിട്ട ധാരണാപത്രത്തിലെ 14 വ്യവസ്ഥകൾ നടപ്പാക്കിയത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഖത്തർ, പാകിസ്ഥാൻ പ്രതിനിധികളുമായി ബുധനാഴ്ച വെവ്വേറെ ചർച്ചകൾ നടത്തിയെന്ന് പാകിസ്ഥാൻ. നേരിട്ടല്ലാതെ ചർച്ചകൾ തുടരാൻ ഇരു കൂട്ടരും സമ്മതിച്ചെന്നും പറഞ്ഞു. ഇറാന്റെ മുൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞാലേ അടുത്തഘട്ട ചർച്ചയുണ്ടാകൂ എന്ന് വ്യക്തമാക്കി. ടെഹ്റാനിലും ഹോമിം മേഖലയിലും ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലാണ് ഖബറടക്ക ചടങ്ങുകൾ. കഴിഞ്ഞയാഴ്ച US-ഉം ഇറാനും ആക്രമണം പുനരാരംഭിച്ചതോടെ സമാധാന ശ്രമങ്ങൾ തുലാസിലായിരുന്നു. എന്നാൽ മധ്യസ്ഥർ ഇടപെട്ടതോടെ ആക്രമണം നിർത്താൻ ഇരുകൂട്ടരും സമ്മതിച്ചു. അതിനുശേഷം US-ഉമായി ഉടനെയൊന്നും നേരിട്ടുള്ള ചർച്ചയ്ക്കില്ല എന്ന നിലപാടിലാണ് ഇറാൻ. ഖത്തറിലുള്ള ഇറാന്റെ ആസ്തികൾ $600 കോടി ഉടനടി വിട്ടുകിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ചും ചർച്ച നടന്നു. തങ്ങളുടെ വിദേശത്തെ മരവിപ്പിച്ച ആസ്തികൾ പുറത്തുവിടുക എന്നത് അന്തിമ കരാറിനുള്ള ഇറാന്റെ നിർദ്ദേശങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഇറാനെ ആണവമായി നിരായുധീകരിക്കാനുള്ള ശ്രമങ്ങൾ ഫലപ്രദമായി നടക്കുന്നുണ്ട് എന്നും ഖത്തർ സമ്മാനിച്ച പുതിയ എയർഫോഴ്സ് 1 വിമാനത്തിലായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല എന്ന ഉറപ്പ് കിട്ടിയതോടെ ഓഹരി വിപണിയിൽ റെക്കോർഡ് നേട്ടമാണെന്നും അവകാശപ്പെട്ടു. ഈ വർഷം ആദ്യം US-ഉം ഇറാനും തമ്മിൽ നടന്ന സമാധാന ചർച്ചകൾക്കിടെ ഇറാന്റെ 2 ഉന്നത പ്രതിനിധികളെ വധിക്കാൻ ഇസ്രയേൽ പദ്ധതി ഇട്ടേക്കുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഭയന്നിരുന്നതായി റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് ഇറാന് മുന്നറിയിപ്പ് നൽകാൻ പ്രാദേശിക രാജ്യങ്ങളുടെ സഹായം US തേടിയതായും ദ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇക്കൊല്ലം ഏപ്രിലിൽ നടന്ന ചർച്ചയ്ക്കിടെയാണ് ഇത്തരമൊരു സാധ്യതയെന്ന് US ഉദ്യോഗസ്ഥർ ഭയന്നിരുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി, പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിഫ് എന്നിവരെ കേന്ദ്രീകരിച്ചായിരുന്നു US-ന്റെ ആശങ്കകൾ. ഇവരുമായി അയൽ രാജ്യങ്ങളുമായും US-ഉമായുള്ള വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ഇപ്പോഴത്തെയും മുൻപത്തെയും അമേരിക്കൻ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടുള്ളതാണ് റിപ്പോർട്ട്. സമാധാന ചർച്ചകൾക്കിടെ ഈ 2 നേതാക്കൾക്ക് നേരെ വധശ്രമം ഉണ്ടായാൽ അത് ചർച്ചകളെ തകിടം മറിക്കുമെന്നും മാത്രമല്ല സംഘർഷം പുനരാരംഭിക്കാൻ ഇടയാകുമെന്നും US ഉദ്യോഗസ്ഥർ ഭയന്നിരുന്നു. ഇസ്രയേൽ ഈ നേതാക്കളെ ലക്ഷ്യം വെക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകാൻ അയൽ രാജ്യങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു.
സംഘർഷവേളയിൽ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെട്ടാവുന്ന ലക്ഷ്യങ്ങളാണ് അരാജീവ് എന്നുള്ളത്. എന്തായാലും സമാധാന ചർച്ചകൾക്ക് ശേഷം ആക്രമണം ഉണ്ടായാൽ അത് നയതന്ത്ര ശ്രമങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് US ഉദ്യോഗസ്ഥർ വിലയിരുത്തിയത്. തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവർക്കെതിരെ പരിഹാസ രൂപേണ AI വീഡിയോ പങ്കുവെച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിമർശകർ രോഗികളായും താൻ ഒരു ഡോക്ടറായും വേഷമിടുന്ന AI വീഡിയോ ആണ് ട്രംപ് പങ്കുവെച്ചത്. ട്രംപിന്റെ ഡീറേഞ്ച്മെന്റ് സിൻഡ്രോം ബാധിച്ച തന്റെ സെലിബ്രിറ്റി വിമർശകരെ ചികിത്സിക്കുന്ന ഡോക്ടർ ട്രംപ് ആയാണ് അദ്ദേഹം വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത്. തങ്ങളെ എതിർക്കുന്നവരെ പരിഹസിക്കാൻ ട്രംപും അനുയായികളും സാധാരണയായി ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ട്രംപ് ഡീറേഞ്ച്മെന്റ് സിൻഡ്രോം എന്നത്. ഒരു ടെലിവിഷൻ മെഡിക്കൽ പരസ്യത്തിന്റെ മാതൃകയിലാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഡൊണാൾഡ് ജെ ട്രംപ് MD എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള വെള്ള ലാബ് കോട്ടും കഴുത്തിൽ സ്റ്റെതസ്കോപ്പും ധരിച്ചാണ് ഡോക്ടർ ട്രംപ് വീഡിയോയിലുള്ളത്. നിങ്ങൾക്കോ നിങ്ങൾ അറിയാവുന്ന ആർക്കെങ്കിലുമോ TDS ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? അതിന്റെ ലക്ഷണങ്ങൾ കഠിനമായിരിക്കും. ഭാഗ്യവശാൽ ഞാൻ ഡോക്ടർ ട്രംപാണ്. എന്റെ പക്കൽ അതിനുള്ള ചികിത്സാ പദ്ധതിയുണ്ട് എന്ന് വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ട്രംപിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടുള്ള ഹോളിവുഡ് താരങ്ങളായ റോസി ഒണാൾഡോയും റോബർട്ട് ഡി നീറോ, ജൂലിയ റോബർട്ട്സ്, എഡ്വേർഡ് നോട്ട്സൺ, ജോൺ ലഗുയ എന്നിവരെയാണ് AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ രോഗികളായി വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവരിൽ ചിലരെ സഹായിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നുവെന്നും അവർ അത്രത്തോളം വഷളായ അവസ്ഥയിലായിരുന്നു എന്നും ട്രംപ് വീഡിയോയിൽ പരിഹസിക്കുന്നുണ്ട്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 127.40 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.17 യൂറോ, ഒരു US ഡോളർ 95.24 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 109.14 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 67.24 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ഗുരുതര കുറ്റത്തിന് അറസ്റ്റിലായ 30 ദിവസം തടവിൽ കഴിയേണ്ടി വരുന്ന പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മന്ത്രിമാർ എന്നിവർ 31-ാം ദിവസം സ്വാഭാവികമായും പുറത്താകുമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന വിവാദ ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനം പരിഗണിക്കും. ബില്ല് പരിശോധിച്ച സംയുക്ത പാർലമെന്ററി സമിതി ഈ മാസം 17-ന് യോഗം ചേർന്ന് വിവാദ വ്യവസ്ഥയ്ക്ക് അംഗീകാരം നൽകുമെന്ന് സൂചന. തുടർന്ന് പ്രതിപക്ഷാംഗങ്ങളുടെ വിയോജനക്കുറിപ്പോടെ ബിൽ ലോക്സഭയിൽ വയ്ക്കും. നാഷണലിലെ ഒന്നാമത്തെ വ്യൂ. ഭരണഘടനയുടെ 130-ാം ഭേദഗതി എന്ന നിലയിലാണ് 2025 ഓഗസ്റ്റിൽ ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചത്. 5 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതര കുറ്റത്തിന് അറസ്റ്റിലായ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവരാണ് അയോഗ്യരാവുക. വ്യവസ്ഥകൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കടുത്ത എതിർപ്പുയർത്തി. തുടർന്ന് BJP അംഗം അപരാജിത സാരംഗി അധ്യക്ഷയായ 30-അംഗ JPCക്ക് പരിശോധനയ്ക്കായി വിട്ടു. ബില്ലിലെ വിവാദ വ്യവസ്ഥകൾ അതേപടി നിലനിർത്താനാണ് BJP ഭൂരിപക്ഷമുള്ള JPCയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം ചേർന്ന JPC യോഗത്തിൽ ബില്ലിലെ വ്യവസ്ഥകൾക്കെതിരെ പ്രതിപക്ഷം എതിർപ്പുയർത്തിയിരുന്നു. ജാമ്യത്തിൽ കഴിയുന്ന 3 പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരായ DK ശിവകുമാർ, രേവന്ത് റെഡ്ഡി, ഹേമന്ത് സോറൻ എന്നിവരെ ലക്ഷ്യമിട്ട് ഈ ബിൽ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മജ്ലിസ് പാർട്ടി അംഗം അസദുദ്ദീൻ ഒവൈസി ചൂണ്ടിക്കാട്ടി. എന്നാൽ രാഷ്ട്രീയ പ്രതികാരത്തിന് ഈ വ്യവസ്ഥ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയേക്കുമെന്നും ഭരണപക്ഷാംഗങ്ങൾ സൂചന നൽകി. നീറ്റ് UG പുനഃപരീക്ഷയിലും പിഴവ്. ഫിസിക്സ് ചോദ്യ പേപ്പറിലാണ് 2 പിഴവുകൾ കണ്ടെത്തിയത്. ഒരു ചോദ്യത്തിന് ശരിയുത്തരമില്ല, മറ്റൊരു ചോദ്യത്തിന് 2 ശരിയുത്തരങ്ങളാണ് ഉള്ളതെന്നും കണ്ടെത്തി. 22-ാമത്തെ ചോദ്യത്തിനാണ് 3ഉം 4ഉം ഉത്തരങ്ങൾ ശരിയായി നൽകിയിരിക്കുന്നത്. ഇവ രണ്ടും ശരിയായ കണക്കാകാമെന്നാണ് വിവരം. 40-ാമത്തെ ചോദ്യത്തിനാണ് ഉത്തരം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തത്. ഇതോടെ ഈ ചോദ്യം ഒഴിവാക്കി മൂല്യനിർണ്ണയം നടത്താനാണ് NTA തീരുമാനം. എല്ലാ വിദ്യാർത്ഥികൾക്കും 4 ബോണസ് മാർക്ക് ലഭിക്കും. മെയ് 3-ന് നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയതോടെയാണ് പുനഃപരീക്ഷ നടന്നത്. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി സുരക്ഷാ മാനദണ്ഡങ്ങൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കർശനമാക്കിയിരുന്നു. CCTV നിരീക്ഷണത്തിലായിരുന്നു പരീക്ഷ നടന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ തടയാൻ 51,311 ജാമറുകളാണ് വിവിധ കേന്ദ്രങ്ങളിലായി ഉപയോഗിച്ചിരുന്നത്. ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകരെ പ്രത്യേക സ്ഥലത്ത് പാർപ്പിച്ചായിരുന്നു ചോദ്യങ്ങൾ തയ്യാറാക്കിയിരുന്നത്. ഇവർക്ക് മൊബൈൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ചോദ്യപേപ്പർ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിന് ഇന്ത്യൻ വ്യോമസേനയാണ് ഉപയോഗിച്ചത്. MI-17 ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചാണ് ചോദ്യപേപ്പറുകൾ രാജ്യത്ത് ഉടനീളമുള്ള പ്രത്യേക കേന്ദ്രങ്ങളിൽ എത്തിച്ചത്. ഇവിടെ നിന്നും GPS ഘടിപ്പിച്ച് പ്രത്യേക വാഹനങ്ങളിലാണ് ചോദ്യപേപ്പറുകൾ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിച്ചത്. പശുക്കടത്ത് ആരോപിച്ച് ആൾക്കൂട്ട കൊല നടത്തിയ ഗോ സംരക്ഷകർക്ക് ശിക്ഷ വിധിച്ച മധ്യപ്രദേശിലെ വനിതാ ജഡ്ജിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലും ഭീഷണിയും വിദ്വേഷ പ്രചരണവും നടത്തുന്നതിനെതിരെ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ്സ് അസോസിയേഷൻ അപലപിച്ചു.
ഉത്തരവുകൾ മേൽക്കോടതികളിൽ ചോദ്യം ചെയ്യുന്നതിന് പകരം ജഡ്ജിയെ അപകീർത്തിപ്പെടുത്തുന്നത് അംഗീകരിക്കാനാകില്ല എന്നും രാജ്യത്തെ നിയമവാഴ്ചയ്ക്കും ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിനും എതിരാണ് എന്നും സ്കോർ ചൂണ്ടിക്കാട്ടി. ആൾക്കൂട്ടക്കൊല കേസിൽ 7 ഗോ സംരക്ഷകർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച അഡീഷണൽ സെഷൻസ് ജഡ്ജി തബാംസും ഖാനാണ് ഭീഷണി നേരിടുന്നത്. 2022 ഓഗസ്റ്റ് 2 രാത്രി കന്നുകാലികളുമായി മഹാരാഷ്ട്രയ്ക്ക് പോവുകയായിരുന്ന ട്രക്ക് ഒരു സംഘം ആളുകൾ തടഞ്ഞു നിർത്തി യാത്രക്കാരെ ആയുധങ്ങൾ കൊണ്ട് ആക്രമിച്ച കേസിലാണ് ശിക്ഷ വിധിച്ചത്. സംഭവത്തിൽ നസീർ അഹമ്മദ് എന്നയാൾ കൊല്ലപ്പെടുകയും ട്രക്ക് ഡ്രൈവറായ ഷേഖ് ലാല, സയ്യിദ് മുഷ്താഖ് എന്നിവർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. നികുതി കൂട്ടി ഖജനാവ് നിറയ്ക്കാനാകില്ല എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. നികുതി നെറ്റ്വർക്കിംഗ് കൂട്ടുകയാണ് വേണ്ടത്. പോർട്ട് സിറ്റി സാമ്പത്തിക മേഖലയിലെ ഉത്തേജിപ്പിക്കാനുള്ള പദ്ധതിയാണ്. പോർട്ട് സിറ്റി കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് എന്നും കേരളത്തിന്റെ വാതിൽ തുറക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഉണ്ടാകും. പണമില്ലാതെ തന്നെ പുതിയ വികസന മോഡൽ ആവിഷ്കരിക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറാനുള്ള അദാനിയുടെ നടപടിയിൽ സർക്കാർ നിയമോപദേശം തേടും. ഒപ്പം വിദഗ്ധ പരിശോധനയും നടത്തും. കരാറിന് സർക്കാർ അതിവേഗം അനുമതി നൽകില്ല. എല്ലാം വ്യവസ്ഥകൾ അനുസരിച്ചാണ് നടക്കുന്നതെന്നും സർക്കാരിന്റെ അനുമതിക്ക് ശേഷം മാത്രമേ അന്തിമ കരാറിലേക്ക് പോകൂ എന്നുമാണ് അദാനിയുടെ നിലപാട്. അതേസമയം വിവാദം സർക്കാരിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കി തന്നെ മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. വിഴിഞ്ഞത്തെ MSC അദാനി ഓഹരി കൈമാറ്റത്തിൽ അതൃപ്തി അറിയിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ രംഗത്തെത്തിയിരുന്നു. മുൻകൂട്ടി അറിയിക്കാതെയുള്ള വിദേശ നിക്ഷേപ നീക്കത്തിൽ അദാനി ഗ്രൂപ്പിനെയാണ് അതൃപ്തി അറിയിച്ചത്. ഓഹരി ഘടനയിൽ മാറ്റം വേണമെങ്കിൽ സർക്കാർ അനുമതി വേണമെന്നും തുടർ തീരുമാനം കർശന പരിശോധനയ്ക്ക് ശേഷമായിരിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ അദാനിയോടുള്ള നിലപാടിൽ കോൺഗ്രസിൽ ഭിന്നത. കടുത്ത നടപടി വേണമെന്നാണ് KC പക്ഷത്തിന്റെ അഭിപ്രായം. കേരളം ഭരിക്കുന്നത് BJP സർക്കാരല്ല എന്ന് KC കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. KC ശക്തമായ നിലപാട് എടുത്തതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ഇന്നലെ അദാനിക്ക് അതൃപ്തി അറിയിച്ച് കത്ത് നൽകിയത്. എന്നാൽ വിഷയത്തിൽ തുടക്കത്തിൽ തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് മുഖ്യമന്ത്രിയാണ് എന്നാണ് വി.ഡി. സതീശനെ അനുകൂലിക്കുന്ന വിഭാഗം പറയുന്നത്. MSC അദാനി കരാർ കൈമാറ്റത്തിന് സർക്കാരിന് അനുമതി വേണമെന്നായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സഭയിൽ വ്യക്തമാക്കിയത്. കരാർ കൈമാറ്റത്തിന് ഇതുവരെ അദാനി ഗ്രൂപ്പ് അനുമതി തേടിയിട്ടില്ലെന്നും ഓഹരി കൈമാറ്റത്തിൽ സർക്കാരിന് ആശങ്ക ഉണ്ടെന്നും വി.ഡി. സതീശൻ സഭയിൽ വ്യക്തമാക്കി. ഒഴിവുകൾ 3 ആഴ്ചയ്ക്കുള്ളിൽ PSC റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പ് മേധാവിമാർക്ക് സർക്കാർ വക നിർദ്ദേശം. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കടക്കം വ്യക്തമായ നിർദ്ദേശമാണ് ഭരണപരിഷ്കാര വകുപ്പ് നൽകിയിരിക്കുന്നത്. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. താൽക്കാലിക നിയമനങ്ങളിൽ വൻ അഴിമതി നടക്കുന്നു എന്ന ആക്ഷേപം ഉയരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ കടുത്ത നിലപാടിലേക്ക് കടക്കുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ കത്ത് നൽകിയിട്ടുള്ളത്. അടുത്ത ഘട്ടമായി PSC നിയമനങ്ങളിൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികൾ സർക്കാർ നടപടികളിലേക്ക് കടന്നേക്കും. PSC നിയമന ക്രമക്കേടിൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ സർക്കാരിന് തൃപ്തിയില്ലെന്ന് യുവജന ക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമായി. സമീപകാല നിയമനങ്ങൾ കൂടുതൽ വിശദമായ അന്വേഷണം നടന്നേക്കുമെന്നും വിവരമുണ്ട്. ഇതിനിടെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലേക്കുള്ള റിസർച്ച് ഓഫീസർ പരീക്ഷയിലും ഗുരുതര ക്രമക്കേട് എന്ന ആരോപണവുമായി ഉദ്യോഗാർത്ഥികൾ രംഗത്തെത്തിയിരുന്നു. ബിരുദാനന്തര ബിരുദം അടിസ്ഥാന യോഗ്യതയായി വേണ്ട പരീക്ഷയ്ക്ക് +2 നിലവാരം പോലും ഉണ്ടായിരുന്നില്ല. ഭൂരിഭാഗം ചോദ്യങ്ങൾക്കും ഓപ്ഷൻ B ഉത്തരമായി വരുന്ന രീതിയിൽ ഉത്തരസൂചിക തയ്യാറാക്കി എന്നുമാണ് പരാതി. പുനഃപരീക്ഷ ആവശ്യപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ മുഖ്യമന്ത്രിയെ സമീപിച്ചു. ഇനി സ്പോർട്സ്. ലോകകപ്പിലെ ത്രില്ലർ പോരാട്ടത്തിൽ ക്രൊയേഷ്യയെ തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിലെത്തി. നാടകീയത നിറഞ്ഞ അവസാന 20 മിനിറ്റുകൾക്കൊടുവിൽ 2-1 പോർച്ചുഗലിന്റെ ജയം. ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിലായിരുന്നു 3 ഗോളുകൾ. 53-ാം മിനിറ്റിൽ ഇവാൻ പെരിസിൽ മുന്നിലെത്തിയത് ക്രൊയേഷ്യയെ 68-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒപ്പമെത്തിച്ചു. പകരക്കാരനായി ഇറങ്ങിയ ഗോൺസാലോ റാമോസാണ് ഇഞ്ചുറി ടൈമിൽ പോർച്ചുഗലിന്റെ വിജയ ഗോൾ നേടിയത്. 10 മിനിറ്റിൽ നീണ്ട ഇഞ്ചുറി ടൈം 18 മിനിറ്റിൽ വരെ നീണ്ടപ്പോൾ കളിയുടെ അവസാന സെക്കൻഡിൽ ക്രൊയേഷ്യ വീണ്ടും പോർച്ചുഗൽ വലകുലുക്കി സമനിലയിൽ പിടിച്ചുവെങ്കിലും VAR പരിശോധനയിൽ ഓഫ് സൈഡ് ആയതോടെ റൊണാൾഡോയും സംഘവും പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. പ്രീ ക്വാർട്ടറിൽ സ്പെയിനാണ് പോർച്ചുഗലിന്റെ എതിരാളികൾ. നിർഭാഗ്യങ്ങൾ മാറിമറിഞ്ഞ മത്സരത്തിൽ റൊണാൾഡോ നേരത്തെ നേടിയ ഗോൾ ഓഫ് സൈഡ് ആയപ്പോൾ പോർച്ചുഗലിന്റെയും ക്രൊയേഷ്യയുടെയും ഗോൾ ശ്രമങ്ങൾ പോസ്റ്ററിലും ബാറിലും തട്ടിത്തെറിച്ചു. മത്സരത്തിന്റെ തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച പോർച്ചുഗലിന് ബ്രൂണോ ഫെർണാണ്ടസിലൂടെയും കാൻസലോയിലൂടെയും മികച്ച അവസരങ്ങൾ ലഭിച്ചുവെങ്കിലും ക്രൊയേഷ്യ ഗോൾ കീപ്പർ ഡൊമിനിക്
ലിവാക്കോച്ചിന്റെ തകർപ്പൻ സേവുകൾ അവർക്ക് വിനയായി. വിരസമായ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ പോർച്ചുഗലിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ക്രൊയേഷ്യ ആദ്യം ലീഡെടുത്തത്. ബോക്സിനുള്ളിലേക്ക് വന്ന പന്ത് സ്വീകരിച്ച വിങ്ങർ ഇവാൻ പെരിസിച്ച് തൊടുത്ത മനോഹരമായ ഹെഡർ പോർച്ചുഗൽ ഗോളി ഡിയോഗോ കോസ്റ്റയെ കാഴ്ചക്കാരനാക്കി വലയിൽ പതിച്ചു. ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ ഗോൾ നേടുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ താരം എന്ന റെക്കോർഡും ഇതോടെ റൊണാൾഡോ സ്വന്തമാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുകെയിൽ പ്രധാനമന്ത്രിയാകാൻ വാഗ്ദാന പെരുമഴയുമായി ആൻഡി ബെൻഹാം. പ്രധാനമന്ത്രി പദത്തിലെത്തിയാൽ ജനങ്ങളുടെ ജീവിത ചെലവ് ലഘൂകരിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും വെള്ളം, ഊർജ്ജം, ഗതാഗതം എന്നിവയിൽ കൂടുതൽ പൊതു നിയന്ത്രണം കൊണ്ടുവരികയും ജനങ്ങളുടെ പ്രതിമാസ ബില്ലുകൾ കുറയ്ക്കുകയും ചെയ്യുമെന്നും ആൻഡി ബെൻഹാമിന്റെ ഉറപ്പ്. 16 മുതൽ 18 വയസ്സുവരെയുള്ള യുവാക്കൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിക്കുമെന്നും സ്വകാര്യ മേഖലയിലെ വാടക നിരക്കുകൾ താൽക്കാലികമായി മരവിക്കുന്നത് ഉൾപ്പെടെയുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും ബെൻഹാം. കെയർ സ്റ്റാമറുടെ പിൻഗാമിയായി ബ്രിട്ടന്റെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്ന ആൻഡി ബെൻഹാം നികുതി വർധനവുകൾ ഏർപ്പെടുത്തുമെന്ന് സൂചന. ഖജനാവ് നേരിടുന്ന 5 മില്യൺ പൗണ്ട് കമ്മി പരിഹരിക്കാൻ നികുതി വർധനവ് കൊണ്ടുവരും. ധനികരെയും ഉയർന്ന വരുമാനമുള്ളവരെയും നികുതി വർധനവിൽ ലക്ഷ്യമിടുന്നത് എങ്കിലും ഇൻകം ടാക്സ് വർധനവ് കൂടി പരിഗണിച്ചേക്കും. ചാൻസലർ റച്ചൽ റിവ്സിന്റെ സാമ്പത്തിക നയങ്ങൾക്ക് വിരുദ്ധമായി നിലവിൽ 45% ഇൻകം ടാക്സ് റേറ്റ് 50% ഉയർത്തും. ഫ്യുവൽ ഡ്യൂട്ടി ഫ്രീസിംഗ് എടുത്തുമാറ്റി പ്രതിവർഷം 60 പൗണ്ട് മുതൽ 100 പൗണ്ട് വരെ കുടുംബങ്ങളുടെ ബില്ലിൽ അധികമായി ചേർക്കും. സമ്പന്നരെ ലക്ഷ്യമിട്ടുള്ള പല നടപടികളും സാധാരണക്കാരെയും തൊഴിലാളികളെയും ബാധിക്കുമോ എന്ന ആശങ്കയിൽ ലേബർ പാർട്ടി. ഇംഗ്ലണ്ടിലെ അധ്യാപകർക്ക് 2 വർഷത്തേക്കുള്ള ശമ്പള വർധനവ് സർക്കാർ പ്രഖ്യാപിച്ചു. പുതിയ തീരുമാനമനുസരിച്ച് സെപ്റ്റംബർ മുതൽ 3.5%, 2027 സെപ്റ്റംബർ മുതൽ 3% ശമ്പളം വർദ്ധിപ്പിക്കും. അധ്യാപകരുടെ ശമ്പള വർധനവിനൊപ്പം അക്കാദമിക് ട്രസ്റ്റുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിനും സർക്കാർ നിയന്ത്രണം. 1.74 ലക്ഷം പൗണ്ടിൽ കൂടുതൽ വാർഷിക ശമ്പളമുള്ള പുതിയ തസ്തികകൾ സൃഷ്ടിക്കുകയോ പരസ്യം ചെയ്യുകയോ ചെയ്യണമെങ്കിൽ സർക്കാർ അനുമതി നിർബന്ധമാക്കി. അധ്യാപകരുടെ സേവനത്തിന് സർക്കാർ നൽകുന്ന അംഗീകാരമാണ് ശമ്പള വർധനവ് എന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജറ്റ് വിൽസൺ. പ്രഖ്യാപനം വന്നിട്ടും സമര ഭീഷണിയുമായി അധ്യാപക സംഘടനകൾ. ഇറാനും യുഎസും ഖത്തറിലെ ദോഹയിൽ മധ്യസ്ഥർ മുഖാന്തരം നടത്തിയ അന്തിമ സമാധാന കരാർ ചർച്ചയിൽ ക്രിയാത്മകമായ പുരോഗതിയുണ്ട് എന്ന് പാകിസ്ഥാൻ. ധാരണാപത്രത്തിലെ 14 വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രതിനിധികൾ ഖത്തർ പാക് പ്രതിനിധികളുമായി ചർച്ച നടത്തി. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞാലേ അടുത്ത ഘട്ട ചർച്ചയുണ്ടാകൂ എന്ന് ഇറാൻ. ഖത്തറിലുള്ള ഇറാന്റെ ആസ്തികൾ $600 കോടി ഉടനടി വിട്ടുകിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ചും ചർച്ച നടത്തി. ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ടെഹ്റാനിലും ഹോമിലും ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ നടക്കും. ഇറാനിയൻ ഉന്നതരെ ഇസ്രയേൽ വധിക്കും. ഈ വർഷം ആദ്യം യുഎസും ഇറാനും തമ്മിൽ നടന്ന സമാധാന ചർച്ചകൾക്കിടെ ഇറാന്റെ 2 ഉന്നത പ്രതിനിധികളെ വധിക്കാൻ ഇസ്രയേൽ പദ്ധതിയിട്ടേക്കുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജിയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖലീഫും എന്നിവരെ വധിക്കാനായിരുന്നു ഇസ്രയേലികളുടെ ആലോചന. സമാധാന ചർച്ചകൾക്ക് ശേഷം ആക്രമണമുണ്ടായാൽ അത് നയതന്ത്ര ശ്രമങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും യുഎസ് ഉദ്യോഗസ്ഥർ. 1 മാസം തടവിലാകുന്ന മന്ത്രിമാർ ഇനി അയോഗ്യരാകും. ഗുരുതര കുറ്റത്തിന് അറസ്റ്റിലായി 30 ദിവസം തടവിൽ കഴിയേണ്ടി വരുന്ന പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മന്ത്രിമാർ എന്നിവർ 31-ാം ദിവസം സ്വാഭാവികമായും പുറത്താകുമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന വിവാദ ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിൽ സർക്കാർ അവതരിപ്പിക്കും. ജാമ്യത്തിൽ കഴിയുന്ന 3 പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരായ ഡി.കെ. ശിവകുമാർ, രേവന്ത് റെഡ്ഡി, ഹേമന്ത് സോറൻ എന്നിവരെ ലക്ഷ്യമിട്ട് ബില്ല് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മജ്ലിസ് പാർട്ടി അംഗം അസദുദ്ദീൻ ഒവൈസി. രാഷ്ട്രീയ പ്രതികാരത്തിന് ഈ വ്യവസ്ഥ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നും കേന്ദ്ര സർക്കാർ. സംയുക്ത പാർലമെന്ററി സമിതി ഈ മാസം 17-ന് യോഗം ചേർന്ന് വിവാദ വ്യവസ്ഥകൾക്ക് അംഗീകാരം നൽകും. നീറ്റ് യുജി പുനഃപരീക്ഷയിലും പിഴവുകൾ കണ്ടെത്തിയത് ഫിസിക്സ് ചോദ്യ പേപ്പറിൽ 1 ചോദ്യത്തിന് ശരിയുത്തരമില്ല, മറ്റൊരു ചോദ്യത്തിന് 2 ശരിയുത്തരങ്ങളാണ് ഉള്ളതെന്നും കണ്ടെത്തി. മെയ് 3-ന് നടന്ന പരീക്ഷ ചോദ്യ പേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയതോടെയാണ് പുനഃപരീക്ഷ നടത്തിയത്. എല്ലാ വിദ്യാർത്ഥികൾക്കും 4 ബോണസ് മാർക്ക് ലഭിക്കും. ചോദ്യ പേപ്പർ ചോർച്ച തടയുന്നതിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കിയിരുന്നു. പരീക്ഷ നടന്നത് CCTV നിരീക്ഷണത്തിൽ. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ തടയാൻ വിവിധ കേന്ദ്രങ്ങളിലായി ഉപയോഗിച്ചത് 51,311 ജാമറുകൾ. രാജ്യത്ത് ഉടനീളമുള്ള പ്രത്യേക പരീക്ഷാ കേന്ദ്രങ്ങൾ ചോദ്യപേപ്പറുകൾ എത്തിച്ചത് MI-17 ഹെലികോപ്റ്ററുകളിൽ. നികുതി കൂട്ടി ഖജനാവ് നിറയ്ക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പണമില്ലാതെ തന്നെ പുതിയ വികസന മോഡൽ ആവിഷ്കരിക്കാനാണ് ശ്രമമെന്നും നികുതി നെറ്റ്വർക്ക് കൂട്ടുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി. പോർട്ട് സിറ്റി സാമ്പത്തിക മേഖലയിൽ ഉത്തേജിപ്പിക്കാനുള്ള പദ്ധതിയാണെന്നും അത് കേരളത്തിലെ സ്വപ്ന പദ്ധതിയാണ് എന്നും VD സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറാനുള്ള അദാനിയുടെ നടപടിയിൽ സർക്കാർ നിയമോപദേശം തേടുമെന്നും കരാറിന് സർക്കാർ അതിവേഗം അനുമതി നൽകുമെന്നും വിദഗ്ധ പരിശോധനയ്ക്കു ശേഷം മാത്രമേ അനുമതി ഉള്ളൂ എന്നും സർക്കാർ
വ്യവസ്ഥകൾ അനുസരിച്ചാണ് നടക്കുന്നതെന്നും സർക്കാരിന്റെ അനുമതിക്ക് ശേഷം മാത്രമേ അന്തിമ കരാറിലേക്ക് പോകൂ എന്നും അദാനി. വിവാദം സർക്കാരിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ അദാനിയോടുള്ള നിലപാടിൽ കോൺഗ്രസിൽ ഭിന്നത. MSC അദാനി കരാർ കൈമാറ്റത്തിന് സർക്കാരിന്റെ അനുമതി വേണമെന്ന് മുഖ്യമന്ത്രി. കേരളം ഭരിക്കുന്നത് BJP സർക്കാരല്ലെന്നും കടുത്ത നടപടി വേണമെന്നും KC വേണുഗോപാൽ. കരാർ കൈമാറ്റത്തിന് ഇതുവരെ അദാനി ഗ്രൂപ്പ് അനുമതി തേടിയിട്ടില്ല എന്നും ഓഹരി കൈമാറ്റത്തിൽ സർക്കാരിന് ആശങ്കയുണ്ട് എന്നും VD സതീശൻ. അദാനിക്ക് അതൃപ്തി അറിയിച്ച് മുഖ്യമന്ത്രി കത്ത് നൽകി. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.